ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ വൈബേഗൽ ടോക്ക്. അങ്ങനെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ ഈ നൈറ്റ് റൈഡൊക്കെ ആയിട്ട് എങ്ങടാ പോകണമെന്നല്ലേ. അങ്ങനെ നമ്മൾ ഇവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഹസ്ബൻഡ് പറഞ്ഞത് ഇന്ന് നമ്മുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും 31ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ, അവർക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ജംഗ്ഷനിൽ ചെന്നു. നമ്മുടെ റബനയിൽ നിന്ന് നല്ലൊരു അൽഫാം മന്തിയും പിന്നെ ഒരു ഫ്രൈഡ് റൈസും മേടിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ വീട്ടിൽ പോകാൻ നേരത്ത് എന്നാൽ പിന്നെ ഒരു ചെറിയ വീഡിയോ എടുത്താലെന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. അങ്ങനെ വീട്ടിൽ നമ്മൾ ചെന്നതിനപ്പോഴേക്ക് എൻ്റെ ക്യാമറ കണ്ടുകൊണ്ടുകൂടി നമ്മുടെ മദർ എന്ത് ചെയ്തു, അങ്ങനെ തന്നെ ഓടി അടുക്കളയ്ക്ക് പോയി. അടുക്കളയിൽ ചെന്നതിനപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ കൊടുത്ത് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ വിഷ് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഈ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കാര്യം ഫോൺ എടുക്കാതെ തന്നെ വിട്ടേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആളിവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളവിടെ ചെന്ന് അടുക്കളയിൽ നോക്കിയപ്പോൾ എന്താ നല്ല മാമ്പഴ ജ്യൂസ് ഇരിക്കുന്നു. അങ്ങനെ മാമ്പഴ ജ്യൂസ് ഞാനും ഒരു ഗ്ലാസ് കുടിച്ചു, പിന്നെ നമ്മുടെ ഹബ്ബിക്ക് ഒരു ഗ്ലാസ് കൊടുത്തു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സന്തോഷമാണ് ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നപ്പോഴേക്കും അൽഫാമും പിന്നെ ഫ്രൈഡ് റൈസും. എനിക്ക് അൽഫാം കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഫ്രൈഡ് റൈസാണ് വന്നത്. അങ്ങനെ ഉമ്മച്ചി ആപ്പിച്ചൊക്കെ ഭയങ്കര ഹാപ്പിയായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാതെ ഓൾറെഡി ഉമ്മച്ചി അടുക്കളയിൽ നിന്ന് നല്ല മീൻകറിയും മീൻ പൊരിച്ചതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ മന്തിയും ഫ്രൈഡ് റൈസായിട്ട് ആക്ച്വലി ചെല്ലുന്നത്. അപ്പോൾ നമ്മുടെ ആ പണിയൊക്കെ ഭയങ്കര എളുപ്പമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും റെഡിയായിട്ടോ. ആപ്പിച്ചിട്ട് ചെറിയായിട്ട് മുഖത്ത് എന്തായാലും വിഷമം എന്നല്ല നിങ്ങൾ നോക്കണേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം മുമ്പ് ആളുടെ നടു ഒന്ന് വെട്ടിയിട്ട് ചെറിയൊരു പണി ഇട്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നും പറഞ്ഞുകൊണ്ട് ഹാപ്പിനെസ്സിനൊന്നും ഒരു കുറവില്ല കേട്ടോ. അങ്ങനെ ആ ഒരു ഹാപ്പിനെസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളായിരിക്കും പിന്നെ നമുക്ക് ഓർത്തിരിക്കാനുണ്ടാവുക. അങ്ങനെ ഫ്രൈഡ് റൈസ് വലിയ ഇഷ്ടമൊന്നും അല്ലെങ്കിലും പിന്നെ ഉള്ളതിൽ എനിക്ക് ഇഷ്ടം വെച്ച് ഞാനത് കഴിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.